വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോ നമ്മളിപ്പോ മലപ്പുറം ക്യാമ്പ് എടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജൂലൈ മാസത്തെ അവസാനത്തെ ക്യാമ്പാണ് മഞ്ചേരി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തിരുവല്ല ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും തൃശ്ശൂർ എത്തി. എന്നിട്ട് ഞങ്ങൾ ഇന്ന് 2 പേരും സാറിന്റെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ട് ഇപ്പോ മഴക്കാറുണ്ട്. നമ്മൾ കറക്റ്റ് ഇറങ്ങുമ്പോഴാണ് മഴ പെയ്തത്. ഇപ്പൊ നമ്മള് 5 മണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും 7 മണിയാകുമ്പോഴേക്കും ബ്ലോക്ക് കാലത്ത് കയറി ഉണ്ടാവില്ലല്ലോ. 7 ആവുമ്പോഴേക്കും എത്തുന്ന വിചാരിക്കണോ. നമുക്കിനി പോവാം. അപ്പോ നമ്മള് ഗൈസ് നമ്മളിപ്പോ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രദീപ് ഏട്ടനോടി എൻ്റെ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്ത ആളെ കൊണ്ട് തന്നെ ഇന്നോട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് ഇൻസ്ട്രക്ടർ ആവാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പണിയെടുക്കുകയാണ്. നമ്മൾ ആൾക്കാരുടെ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ക്യാമ്പ് സമയം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ കാരണം കുറച്ചധികം പേരുണ്ട്, ഒരു 5-6 പേരെ നമുക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. ഒരു അച്ഛനും മോനും വരാൻ പറഞ്ഞ മോനാണെങ്കിൽ ഭയങ്കരമായിട്ട് വരാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ പനിയുള്ള കാരണം അച്ഛന് വരാൻ പറ്റിയില്ല. നമുക്കിനി ക്ലാസ്സിന്റെ ഇടയിൽ വെച്ച് കാണാം. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അധികം ടയർഡായിട്ടൊന്നുമില്ലോ. കയ്യിന് ഇവിടെ റെസ്റ്റ് പെയിൻ ഉണ്ട് ആർക്കെങ്കിലും? കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് പരസ്യത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ ചെയ്യാം. ഉറപ്പല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഞാനിത് സോഷ്യൽ മീഡിയയിൽ കണ്ടു വന്നതാണ് ബോക്സിങ്. പക്ഷെ ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്ത് വളരെ പവർഫുള്ളാണ്, നല്ലതാണ്. കാരണം എല്ലാവർക്കും പഠിച്ചിരിക്കുന്നത് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എത്രയും വന്ന് എവിടെ ഏതാ സ്ഥലങ്ങൾ വെച്ചാൽ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് വന്നിട്ട് ചേരാൻ ശ്രമിക്കുക. കാരണം എന്നും നമുക്കൊരു സെൽഫ് ഡിഫെൻസ് ഇതാണ് നമുക്ക്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് പുറത്ത് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഇത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തൽക്കാലം സ്വയരക്ഷയ്ക്ക് പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ പേര് മോസിൻ എന്നാണ്. ഞാൻ ഇതിന് പങ്കെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ സ്ഥാപനം വന്നിട്ട് കേരളത്തിന് പുറത്താണ്. പല സിറ്റുവേഷനിലൂടെ ഞാൻ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ആളുകളുടെ അടുത്ത് നിന്ന് വളരെ മോശമായ രീതിയിൽ പല സിറ്റുവേഷനും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്.
ജോലി ആവശ്യാർത്ഥം ഞാൻ ഒരുപാട് സമയങ്ങളിൽ പുറം സ്റ്റേറ്റുകളിൽ, കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി പരസ്യം കണ്ട സമയത്ത് പ്രതീക്ഷ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത്. അപ്പം ഇന്നലെ രാത്രി ഞാൻ അവിടുന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡൻ്റായിട്ട് ഇവിടെ വന്നെത്തിയതാണ്. പക്ഷെ വരുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് പങ്കെടുക്കുന്ന സമയത്ത് പോലും. പക്ഷെ രാവിലെ അറ്റൻഡ് ചെയ്തു ഈ ഒരു സമയമായപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ധൈര്യം വന്നു, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ ആളുകളെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ ഈസി ആയിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണിത്. അധികം ബോഡി ഹീറ്റ് ആവാതെ റിസ്ക് എടുക്കാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ മൂവ്മെന്റുകളെല്ലാം മനസ്സിലാക്കി എടുക്കാനും ഇതിന് വേണ്ട രീതിയിൽ പഠിച്ചെടുക്കാനും ഒരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. ആർക്കും ഈസി ആയിട്ട് ഇതിന് അറ്റൻഡ് ചെയ്ത് വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ താല്പര്യം വേണം, അതേപോലെ പ്രാക്ടീസ് ചെയ്യാനൊരു മനസ്സും വേണം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു എവിടെ എല്ലാം സഞ്ചരിക്കാനോ ഒരു പേടി കൂടാതെ സഞ്ചരിക്കാൻ പറ്റും. നമുക്ക് ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അത്ര എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഔറ ബോക്സിങ്ങിന്റെ. ഔറ ബോക്സിങ്ങിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആദ്യം കുറേ വട്ടം പരസ്യം കണ്ടത് ഞാനിത് സാധാ ബോക്സിംഗ് ആണെന്നുള്ളൊരു മൈൻഡിൽ ഇത് ഒഴിവാക്കി വിട്ടതാണ്. ബോക്സിംഗ് കുറേ ടൈം എടുത്ത് പഠിക്കേണ്ടിയാണല്ലോ, അപ്പോൾ നടക്കൂല എന്നുള്ളതിൽ കുറേ ഒഴിവാക്കി വിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ അടുത്തുണ്ടോ, എനിക്ക് പോകാൻ പറ്റിയ സൗകര്യത്തിലൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇവിടുത്തെ സാർക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ സാറോട് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചാലും പറഞ്ഞു ഇവിടെ അടുത്ത് മഞ്ചേരി തന്നെ ഉണ്ട്. അപ്പോൾ മഞ്ചേരി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അടുത്തൊക്കെയാണ്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നേരം അങ്ങനെ ചേർന്നു. അങ്ങനെ ചേർന്ന് അഡ്മിഷൻ കൊടുത്തു. 1000 രൂപയാണ് അഡ്മിഷൻ. ഇപ്പം പൈസ കൊടുത്തതിന് വെച്ചാൽ എനിക്കൊരു പേടി. ഇപ്പം പൈസ വെറുതെ പോയോ, എന്താ അവസ്ഥ, എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ അതിന് ശേഷം പൈസ അടിച്ചതിന് ശേഷം നമ്മൾ സാർക്ക് മെസ്സേജ് അയച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചാലും സ്പോട്ടിൽ റീപ്ലൈ തരിക. നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും സാറ് മാന്യമായ റീപ്ലൈ തരിക. നമുക്ക് മൊത്തത്തിൽ സപ്പോർട്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടി ഇന്ന് 27-ാം തീയതി ഞായറാഴ്ച 9 മണിക്കേക്ക് ഞങ്ങളോട് മഞ്ചേരി പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞതാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപാടെ തന്നെ ഒരു ഫോം പൂരിപ്പിക്കണം. അതൊക്കെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെ ഫോം പൂരിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ 2000 രൂപയും കൂടി കൊടുത്തു. അതിന് ശേഷവും നമുക്ക് അവസരം ഇവർ തരുന്നുണ്ട്. 2000 രൂപ കൊടുത്താലും പിന്നെ 2 മണിക്കൂർ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോകാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം, നമ്മളെ ഒപ്പീനിയനാണ്. അങ്ങനെ ഞങ്ങളോട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു നിങ്ങൾക്ക് പോകാനുണ്ടോയെന്ന് വെച്ച്. അപ്പോൾ ഒരാൾക്കും പോകാനുള്ളൊരു താല്പര്യമില്ല. കാരണം അത്രത്തോളം നമുക്ക് അട്രാക്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവർ പഠിപ്പിച്ചു തരുന്ന ഒരു കുറച്ച് മൂവ്മെന്റുകളുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ആളുകളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ചോദിച്ചത് തന്നെ നമുക്ക് ഒയ്യണ്ടാവുള്ള പറയാനുള്ളത് തന്നെ. കാരണം അങ്ങനെ ഫസ്റ്റ് കുറച്ച് മൂവ്മെന്റുകൾ പഠിച്ച് അങ്ങനെ ഇപ്പം ടോട്ടൽ ഇന്നൊരു 30 മൂവ്മെന്റോളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഞാനിപ്പോൾ 6 മാസം കഴിഞ്ഞാൽ മിക്കവാറും പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് പറ്റുന്നൊരു മാർഷ്യൽ ആർട്സ് 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് കേട്ടവർ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി. ഇങ്ങനെ വന്നേരം എനിക്ക് പറ്റും എന്നുള്ളത് ഉറപ്പായി. കാരണം ഒറ്റ ദിവസം തന്നെ 30 മൂവ്മെന്റോളം പഠിച്ചിട്ടുണ്ട്. അതും ഏകദേശം അവർ പെർഫെക്റ്റ് ആക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചേരാൻ ഉദ്ദേശിക്കുന്നതെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ 100% നമുക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പരമാവധി ആളുകൾ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തതിനു ശേഷം ഇതിലേക്ക് ചേരാൻ ശ്രമിക്കുക. നല്ല ഉപകാരമുള്ള മാർഷ്യൽ ആർട്സ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മലപ്പുറം ക്യാമ്പ് ഇതോടെ അവസാനിക്കുന്നു. എല്ലാവരും പോവാണ്, വയ്യാണ്ടായി. ഗൈസ്, അപ്പൊ നമുക്കിനി കാറിൽ പോകുമ്പോ അപ്പോൾ ഗൈസ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ ഒരു 9 മണിയാകുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കാം. റോഡ് മൊത്തം കട്ടറ, മഴ പെയ്താ കുഴിയൊന്നും കാണാൻ പറ്റില്ല. മഴ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോവാ. നമുക്കിനി പോണ വഴിയിൽ വെച്ച് കാണാം, എവിടെയെങ്കിലും വെച്ചിട്ട്. വെള്ളം നോക്കാം, അവിടുത്തെ വെള്ളം വെള്ളം കറി ഭയങ്കര രണ്ട് സൈഡ്. Hello guys, hope you all like this video. As you can see, we are going to our master's house, and with this Malappuram camp vlog
comes to an end. To join Aura Boxing, I have given all the details in the description box. Smash that like button and hope we all see in the next vlog. അടിപൊളി.